എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ ഹാഷിം കോട്ടയം. ഞാൻ റംല ഹാഷിം. ഇന്ന് ഇവിടെ പാരായണം ചെയ്യുന്നത് പരിശുദ്ധ ഖുർആനിലെ 200-ാമത്തെ പേജിൽ സൂറത്ത് തൗബയിൽ നിന്നും 80 മുതൽ 86 വരെയുള്ള ആയത്തുകളാണ്. أعوذ بالله من الشيطان الرجيم استغفر لهم أو لا تستغفر لهم إن تستغفر لهم 70 مرة فلن يغفر الله لهم ذلك بأنهم كفروا بالله ورسوله والله لا يهدي القوم الفاسقين. നബിയെ, അവർക്ക് വേണ്ടി നീ പാപമോചനം തേടിക്കൊള്ളുക, അല്ലെങ്കിൽ അവർക്ക് പാപമോചനം തേടാതിരിക്കുക. അവർക്ക് വേണ്ടി നീ 70 പ്രാവശ്യം പാപമോചനം തേടിയാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയില്ല തന്നെ. അത് അള്ളാഹുവിലും അവന്റെ റസൂലിലും അവർ അവിശ്വസിച്ചിരിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു ആകട്ടെ തോന്നിവാസികളായ ജനങ്ങളെ നേർമാർഗത്തിലാക്കുകയില്ല. فرح المخلفون بمقعدهم خلاف رسول الله وكرهوا أن يجاهدوا بأموالهم وأنفسهم في سبيل الله وقالوا لا تنفروا في الحر قل نار جهنم أشد حرا لو كانوا يفقهون. പിന്നോക്കം നിർത്തപ്പെട്ടവർ, യുദ്ധയാത്ര പോകാതെ പിന്തി നിന്നവർ, അള്ളാഹുവിന്റെ റസൂലിനെതിരെയുള്ള അവരുടെ ഇരിപ്പിൽ സന്തോഷം പൂണ്ടിരിക്കുന്നു. തങ്ങളുടെ ധനം കൊണ്ടും ദേഹങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ഉഷ്ണത്തിൽ യുദ്ധത്തിന് പുറപ്പെട്ടു പോകേണ്ട എന്ന് അവർ പറയുകയും ചെയ്തു. പറയുക, ജഹന്നമിന്റെ നരകത്തിന്റെ അഗ്നി കൂടുതൽ ഉഷ്ണം കഠിനമായതാണ്. അവർ കാര്യം ഗ്രഹിക്കുമായിരുന്നെങ്കിൽ. فَلْيَضْحَكُوا قَلِيلًا وَيَبْكُوا كَثِيرًا جَزَاءً بِمَا كَانُوا يَكْسِبُونَ. അതിനാൽ അവർ അല്പം ചിരിച്ചു കൊള്ളട്ടെ, അധികം കരയുകയും ചെയ്തു കൊള്ളട്ടെ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് ഫലമായിട്ട്. فَإِن رَّجَعَكَ اللَّهُ إِلَى طَائِفَةٍ مِّنْهُمْ فَاسْتَأْذَنُوكَ لِلْخُرُوجِ فَقُل لَّن تَخْرُجُوا مَعِيَ أَبَدًا وَلَن تُقَاتِلُوا مَعِيَ عَدُوًّا إنكم رضيتم بالقعود أول مرة فاقعدوا مع الخالفين. നബിയെ, ഇനി അവരിൽപ്പെട്ട വല്ല വിഭാഗത്തിന്റെ അടുക്കലേക്കും നിന്നെ അള്ളാഹു മടക്കി അയക്കുന്ന പക്ഷം, എന്നിട്ട് വല്ല പടയെടുപ്പിലും പുറപ്പെടുവാൻ അവർ നിന്നോട് സമ്മതം തേടുകയും ചെയ്തുവെങ്കിൽ, എന്നാൽ നീ പറയുക, നിങ്ങൾക്കൊരിക്കലും എൻ്റെ കൂടെ പുറപ്പെട്ടു പോരുകയില്ല തന്നെ. എൻ്റെ കൂടെ നിങ്ങൾ ഒരു ശത്രുവോടും യുദ്ധം ചെയ്യുകയുമില്ല തന്നെ. നിങ്ങൾ ആദ്യത്തെ പ്രാവശ്യം പോരാതെ ഇരിക്കുന്നതിന് തൃപ്തിപ്പെടുകയാണ് ചെയ്തത്. ആകയാൽ പിന്തി നിൽക്കുന്നവരോടൊപ്പം നിങ്ങൾ ഇരുന്നു കൊള്ളുവിൻ. ولا تصل على أحد منهم مات أبدا ولا تقم على قبره
إنهم كفروا بالله ورسوله وماتوا وهم فاسقون. നബിയെ, അവരിൽ നിന്ന് മരണപ്പെട്ടതായ ഒരാളുടെ പേരിലും നീ നമസ്കരിക്കുകയും ചെയ്യരുത്. അവന്റെ കബറിങ്കൽ നിൽക്കുകയും ചെയ്യരുത്. കാരണം നിശ്ചയമായും അവർ അള്ളാഹുവിലും അവന്റെ റസൂലിലും അവിശ്വസിച്ചിരിക്കുന്നു. അവർ തോന്നിവാസികളായും കൊണ്ട് മരണപ്പെടുകയും ചെയ്തിരിക്കുന്നു. ولا تعجبك أموالهم وأولادهم إنما يريد الله أن يعذبهم بها في الدنيا وتزهق أنفسهم وهم كافرون. അവരുടെ സ്വത്തുക്കളും അവരുടെ മക്കളും നിന്നെ ആശ്ചര്യപ്പെടുത്തരുത്. നിശ്ചയമായും അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവ മൂലം ഇഹത്തിൽ അവരെ ശിക്ഷിക്കുവാനും അവർ അവിശ്വാസികളായും കൊണ്ട് അവരുടെ ജീവൻ പോകുവാനും തന്നെയാണ്. وَإِذَا أُنْزِلَتْ سُورَةٌ أَنْ آمِنُوا بِاللَّهِ وَجَاهِدُوا مَعَ رَسُولِهِ اسْتَأْذَنَكَ أُولُو الطَّوْلِ مِنْهُمْ وَقَالُوا ذَرْنَا نَكُنْ مَعَ الْقَاعِدِينَ. അള്ളാഹുവിൽ വിശ്വസിക്കുകയും അവന്റെ റസൂലിന്റെ കൂടെ സമരം ചെയ്യുകയും ചെയ്യുവിൻ എന്ന് വല്ല സൂറത്തും അധ്യായവും അവതരിച്ചാൽ അവരിൽ നിന്ന് ശേഷിയുള്ളവർ നിന്നോട് സമ്മതം ചോദിക്കുന്നതാണ്. അവർ പറയുകയും ചെയ്യും, ഞങ്ങളെ വിട്ടേക്കണം, ഞങ്ങൾ പോരാതെ ഇരിക്കുന്നവരോടൊപ്പം ആയിക്കൊള്ളാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.